നമസ്കാരം. സ്വർണ്ണവില 3 ലക്ഷം കടക്കുമോ? ഇപ്പോഴത്തെ ഇന്ത്യയിലെ സ്വർണ്ണവില 10 ഗ്രാമിന് 1,28,000 രൂപയാണ്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 10 ഗ്രാം സ്വർണത്തിന്റെ വില 3 ലക്ഷത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള സാഹചര്യം, 10 ഗ്രാം സ്വർണത്തിന് 3 ലക്ഷം രൂപ എത്താനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ, ഇത് ചില ഫാക്ടുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ സ്വർണത്തിന്റെ ചില പൂർവ്വകാല ഹിസ്റ്ററികൾ പരിശോധിച്ചുകൊണ്ടും മാത്രമല്ല എക്സ്പെർട്ട് പ്രഡിക്ഷൻസ് അനലൈസ് ചെയ്തുകൊണ്ടും നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും സ്വർണം എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഒരു കല്യാണമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും സ്വർണത്തിന്റെ ഒരു ചെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭരണമോ ധരിക്കാതെ ആരും പുറത്തിറങ്ങാറില്ല. അത് സാമ്പത്തികമായി എത്ര പിന്നോക്കമുള്ള ആളുകൾ ആണെങ്കിൽ പോലും ഒരു തരി സ്വർണമെങ്കിലും അവർ സ്വന്തമാക്കാതിരിക്കില്ല അവരുടെ ജീവിതത്തിൽ. സോ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ അത്രയും ആഗ്രഹത്തോടെ വാങ്ങിക്കുന്ന ഒരു മെറ്റീരിയലാണ് സ്വർണം എന്ന് നമുക്ക് നിസ്സംശയം പറയാം, അല്ലെ? നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് സ്വർണത്തിന്റെ വിലയിൽ കാലങ്ങളായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ സ്വർണത്തിന്റെ വിലയുടെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. 10 ഗ്രാം സ്വർണത്തിന് 1964 വെറും 63 രൂപയായിരുന്നു. അത് 1980 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന് 1800 രൂപയായി. 1990 അത് 3200 രൂപയായി കൂടി. എന്നാൽ 10 വർഷത്തിന് ശേഷം 2000 ആകുമ്പോഴേക്കും 3200 നിന്നും 4400 രൂപയിലേക്ക് 10 ഗ്രാം സ്വർണത്തിന്റെ വില എത്തി. വീണ്ടും 10 വർഷം കഴിയുമ്പോൾ 2010 4400 എന്ന് പറയുന്ന തുക ഇരട്ടിയിലധികമായി വർദ്ധിച്ച് 18,500 രൂപയായി. അടുത്ത 10 വർഷം 2020 ആകുമ്പോഴേക്കും 18,500 എന്നുള്ളത് 48,600 രൂപയായി മാറുകയും 2025 ഈ വർഷം 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,28,990 രൂപയായി മാറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ശരിക്കും അവിശ്വസനീയമാണ്, അല്ലെ? 1964 63 രൂപയ്ക്ക് വാങ്ങിച്ച സ്വർണത്തിന് 2025 ആകുമ്പോഴേക്കും 1,28,990 രൂപയായി വർദ്ധിച്ചു എന്ന് പറയുന്നത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ് സ്വർണ്ണ വിലയിൽ ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 12 മുതൽ 13% വരെയാണ്. ഇത് പ്രതിവർഷമുള്ള ഒരു കണക്കാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ആണ്. മാത്രമല്ല രൂപയുടെ മൂല്യത്തിൽ വന്ന ഇടിവ്, കൂടാതെ സ്വർണത്തിന്റെ ഉയർന്നു വരുന്ന ഡിമാൻഡ്, ഈ കാരണങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന്, എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള വിലയിൽ വരുന്ന ഒരു മാറ്റത്തിനുള്ള അല്ലെങ്കിൽ റിട്ടേണിൽ വരുന്ന ഒരു മാറ്റത്തിനുള്ള പ്രധാന കാരണം. എക്സ്പേർട്ടുകളും അതുപോലെ തന്നെ ആഗോള ബാങ്കുകളും പ്രൊഡിക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾഡ്മാൻ സാച്ചിന്റെ 2025 റിപ്പോർട്ട് പ്രകാരം ഡിസംബർ 2026 കൂടി 10 ഗ്രാം സ്വർണത്തിന്റെ വില 23% വർദ്ധിച്ച് 1,38,000 രൂപയാകും എന്നുള്ളതാണ്. അത് വളരെ നല്ല ഒരു റൈസ് ആണ്, പക്ഷേ ഒരു വലിയ ജമ്പ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ബാങ്ക് ഓഫ് അമേരിക്ക പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 2026 കൂടി 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,42,000 രൂപയാകും എന്നുള്ളതാണ്. എന്നാൽ ചില ഇന്ത്യൻ അനാലിസിസുകൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ബജാജ് ഫിൻസർ ആൻഡ് റുപ്പീസി പോലെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ പറയുന്നത് പണപ്പെരുപ്പം കൂടുതലായി നിലനിൽക്കുകയാണെങ്കിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,55,000 രൂപ വരെ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷേ ഒരു റോക്കറ്റ് വേഗത്തിലുള്ള വളർച്ച സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഇനി ചില ലോങ് ടേം പ്രൊഡിക്ഷൻസ്, അതായത് ദീർഘകാലത്തേക്കുള്ള ചില പ്രവചനങ്ങൾ സ്വർണവുമായി ബന്ധപ്പെട്ട, സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ട 2030 മുതൽ 2035 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ വില എത്തിയേക്കാവുന്ന ഒരു റേഞ്ച് എന്തൊക്കെയാണ്, അതിന്റെ ഒരു പ്രഡിക്ഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 10 ഗ്രാം സ്വർണത്തിന് 1,80,000 മുതൽ 2,25,000 വരെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത്. ഇത് 2030 ആകുമ്പോഴേക്കുമുള്ള ഒരു കാലമാണ്. എന്നാൽ 2035 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന്റെ വില 2,30,000 രൂപ മുതൽ 2,50,000 രൂപ വരെ ആയേക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഒരു വളർച്ച. പ്രതിവർഷം 6 മുതൽ 8% വരെ രൂപയുടെ മൂല്യം കുറയണം. 5% അതിന് മുകളിലോ ആയി പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കണം. സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജ്വല്ലറി മാർക്കറ്റിന്റെ ഡിമാൻഡ് വളർന്നുകൊണ്ടേയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ സംഭവിക്കുകയാണെങ്കിൽ 2038 മുതൽ 2040 വരെയുള്ള വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ 10 ഗ്രാം സ്വർണത്തിന് വില 3 ലക്ഷമോ അതിലധികമോ ആയി മാറിയേക്കാം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്വർണത്തിന്റെ വില 3 ലക്ഷത്തോളം എത്തണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം സംഭവിക്കേണ്ടത്. ഏതാനും ചില എക്സ്ട്രീം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. ഒന്ന്, ലോകത്താകമാനം ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ ആഗോള തലത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്, മാത്രമല്ല യുദ്ധമോ അതുപോലുള്ള കാര്യങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം. എന്നാൽ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള യാതൊരു സിറ്റുവേഷനും സമീപ ഭാവിയിൽ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇന്ത്യക്കകത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ സ്വർണ്ണത്തിന് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും എന്നാണ് ഇന്ത്യയിൽ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടാനുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്വർണ്ണത്തിന്റെ വില സ്വാഭാവികമായിട്ടും കൂടുതലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രൂപയുടെ മൂല്യത്തകർച്ചയാണ്. ഇത് സ്വർണ്ണത്തിന്റെ വില ഇന്ത്യയിൽ 1% കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. മാത്രമല്ല ആഭരണങ്ങൾക്കുള്ള കൂടുന്ന ഡിമാൻഡ്, ഇന്ത്യയിൽ ഫെസ്റ്റിവൽ ആകട്ടെ അതുപോലെ തന്നെ കല്യാണമാകട്ടെ എന്ത് ആഘോഷങ്ങളുമാകട്ടെ സ്വർണ്ണമില്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്വർണ്ണത്തോടുള്ള കമ്പത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സോ കൂടിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ്ണം വാങ്ങുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 800 ടണ്ണാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ളത്. മാത്രമല്ല ഇറക്കുമതി തീരുവയും GSTയും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സ്വർണത്തിന്റെ ആഗോള വിലയിൽ 12 മുതൽ 15% വരെയാണ് ഇന്ത്യയിൽ എത്തുമ്പോൾ അതിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരിക. സോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില ആഗോള തലത്തിൽ ഒരുപോലെ തന്നെ നിൽക്കുമെങ്കിലും ഇന്ത്യയിൽ അതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ടേബിളിന്റെ സഹായത്തോടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 2025 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,28,000 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം പണപ്പെരുപ്പവും അതുപോലെ തന്നെ ഫെഡ് പോളിസിയുമാണ്. അടുത്ത വർഷം 2026 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന് 1,35,000 രൂപ മുതൽ 1,45,000 രൂപ വരെ പ്രതീക്ഷിക്കുന്നു. ഇതിനുള്ള കാരണം സെൻട്രൽ ബാങ്ക് സ്വർണത്തിന്റെ വാങ്ങലും അതുപോലെ തന്നെ റേറ്റ് കട്ടിങ്ങുമാണ്. എന്നാൽ 2030 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന്റെ വില 1,80,000 മുതൽ 2,25,000 രൂപ വരെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുള്ള കാരണമായി കണക്കാക്കുന്നത് ഇൻഫ്ലേഷനും രൂപയുടെ മൂല്യത്തകർച്ചയുമാണ്. 2035 ആകുമ്പോഴേക്കും 2,30,000 മുതൽ 2,50,000 വരെ സ്വർണത്തിന്റെ വില ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏഷ്യയിൽ സ്വർണത്തിനുള്ള മൊത്തത്തിലുള്ള ഡിമാൻഡാണ് ഇതിനുള്ള കാരണമായി പ്രതീക്ഷിക്കുന്നത്. സോ റിയലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2035 ആകുമ്പോഴേക്കും 2 ലക്ഷം മുതൽ 2,25,000 രൂപ വരെ 10 ഗ്രാം സ്വർണത്തിന്റെ വിലയായി നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അത് 3 ലക്ഷമാവാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അത് 2038 മുതൽ 2040 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആയേക്കാം. ഇപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് അതിലുണ്ടായിരിക്കണം. അതായത് സ്വർണം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റിനായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. അതൊരു ദീർഘകാലത്തേക്ക് നമുക്ക് ഒരു സമ്പാദ്യമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷം കഴിയുന്ന സമയത്ത് വലിയൊരു തുക നമുക്ക് കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പ്രോഫിറ്റായി സ്വർണത്തെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോയിൽ 10 മുതൽ 15% വരെ സ്വർണത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. 10 മുതൽ 15% വരെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്പേസ് എന്ന് പറയുന്നത് സ്വർണത്തിനായിരിക്കണം നിങ്ങളുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിനകത്ത് വരുന്നത്. പക്ഷേ അത് ഉടനെ തന്നെ ഡബിൾ ആകും, അത് ഉടനെ തന്നെ ഇരട്ടിച്ച് വലിയൊരു തുകയായി മാറും എന്ന് നിങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്. അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും. ആ സമയം നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിച്ചത് സ്വർണത്തിന്റെ വില ഉടനെ 3 ലക്ഷം രൂപയായി മാറുമോ, 10 ഗ്രാം സ്വർണത്തിന് 3 ലക്ഷം രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചത്. ഏത് സമയമാകുമ്പോഴേക്കാണ്, ഏകദേശം 2038 മുതൽ 2040 വരെയുള്ള ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും ആണ് സ്വർണത്തിന് ഇത്രയും രൂപ എത്താനുള്ള ഒരു സാഹചര്യം എന്നുള്ളത് ഇത് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സ്പേർട്സിന്റെ പ്രഡിക്ഷനും അതുപോലെ തന്നെ അവരുടെ സജഷൻ പ്രകാരവുമുള്ള ഒരു കണക്കാണ്. 2035 ആകുമ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന്റെ വില 2 ലക്ഷമോ 2,25,000 ആയേക്കാം എന്നാണ് എക്സ്പേർട്സ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.